ഇടക്കൊച്ചിയിൽ ഇന്നലെ ആന ഇടഞ്ഞത് മണിക്കൂറുകളോളമാണ് പരിഭ്രാന്തി പരത്തിയത്. 3 കാറുകളും ഇരുചക്ര വാഹനങ്ങളും ആന തകർത്തു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, മണിക്കൂറുകളോളം ആളുകളൊക്കെ ഭീതിയിലായ ഒരു സാഹചര്യം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരുന്ന വാർത്തകളൊക്കെയുള്ള സാഹചര്യത്തിൽ വളരെ പേടിയോടെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു സമാധാനപരമായത്? ശ്രീജ, ഇത് തന്നെയാണ് ഒരു വിഷയം. കാരണം നമ്മൾ ഈ ആന ഇടയുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ നിത്യസംഭവമായിരിക്കുന്നു. ഇപ്പോൾ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആന ഇടയുന്നു. ഇതെല്ലാം വലിയ രീതിയിലേക്ക് എവിടെയും സംഭവിക്കാവുന്ന രീതിയിലേക്ക് വരുന്നു, ആശങ്കകൾ ഉണരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇന്നലെ ഇടക്കൊച്ചിയിൽ അവിടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ പകൽപൂരത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനയായിരുന്നു ഊട്ടോളി മഹാദേവൻ എന്ന് പറയുന്ന ആന കുളിപ്പിക്കുന്നതിനിടെയാണ് ഇടഞ്ഞത്. അത് ചെറിയ രീതിയിലല്ല വിഷയം ഉണ്ടാക്കി. ഏതാണ്ട് 4ഓളം കാറുകൾ തകർത്തു. ഒപ്പം തന്നെ ഈ ആനയെ കൊണ്ടുവന്ന ലോറി അത് കുത്തി മറിച്ചിട്ടു. ഇരുചക്ര വാഹനങ്ങൾ തകർത്തു. അങ്ങനെ സത്യത്തിൽ കുറേ നേരം അവിടെ ആന അഴിഞ്ഞാടുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ ആശങ്ക ഉണർത്തുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളയ്ക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക്, നമ്മൾ പറയില്ലേ, ശ്വാസം നേരെ വീണതെന്നെല്ലാം പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എലിഫന്റ് സ്ക്വാഡും പോലീസും എല്ലാം തന്നെ സ്ഥലത്തെത്തി. ഇതാ ആന നാട്ടാനയാണ്, അതുകൊണ്ട് തന്നെ അതിന് പാപ്പാനും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഒന്നാം പാപ്പാന് തന്നെ പരിക്ക് പറ്റിയെന്നുള്ളതാണ്. തളയ്ക്കാനുള്ള ശ്രമത്തിൽ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്തതോടെ ആളുകൾ പരിഭ്രാന്തരായി. ഇനി എന്ത് ചെയ്യും എന്താണ് അടുത്ത നടപടി എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോഴാണ് അവിടെ നിന്ന് ജ്ഞാനോദയം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് അതിൻ്റെ ഒരു കാലിലേക്ക് ചങ്ങല ഉറപ്പിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ പതുക്കെ ക്രമേണ അതിനെ തളച്ചുകൊണ്ട് വരികയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം അവിടെ സ്ഥിതിഗതികൾ ശാന്തമാകുകയും കാര്യങ്ങൾ ഉത്സവാന്തരീക്ഷത്തിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. പക്ഷേ വളരെ നേരം അവിടെ ഒരു എന്ത് ചെയ്യണമെന്ന രീതിയിലേക്ക് അടക്കം ആശങ്ക നിന്നിരുന്നു. പ്രത്യേകിച്ച് ഇതുപോലുള്ള വാർത്തകൾ പലയിടത്തും ആനയിടയുന്നു, വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന വാർത്തകൾ വരികയും ചെയ്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെയും അതെല്ലാം തന്നെ സംഭവിക്കുകയും ചെയ്തത്. വാഹനങ്ങൾ കൂടി തകർത്തതോടെ ഇനി എന്ത് ചെയ്യും? എലിഫന്റ് സ്ക്വാഡ് അടക്കം അവിടേക്ക് എത്തുകയും ചെയ്തു. വലിയ രീതിയിൽ പോലീസ് വന്നു. റോഡിലേക്ക് കടന്നേക്കുമെന്ന രീതി വന്നതോടുകൂടിയാണ് കടുത്ത ആശങ്കയിലേക്ക് വന്നത്. കാരണം വാഹനങ്ങളടക്കം പിന്നീട് നിയന്ത്രിക്കുന്നു. അതുവഴിയുള്ള ഒരു ഗതാഗത നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്യുന്നു. റോഡിലേക്ക് കടന്നാൽ, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്ര പരിസരം വിട്ട്, അത് ക്ഷേത്ര ഒരു കോമ്പൗണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതെല്ലാം വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന വലിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും അതിന് സംയോജിതമായി ചില ഇടപെടലെല്ലാം നടത്തി ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ട ഒരു അന്തരീക്ഷത്തിന് ആശങ്കയ്ക്ക് വിരാമമിടാൻ കഴിഞ്ഞു. പിന്നീട് ഈ ക്ഷേത്രത്തിന് സമീപം തന്നെ അത് തളക്കുകയായിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു, അത്തരം കാര്യങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പും എല്ലാം തന്നെ പ്രത്യേകം പരിശോധനകൾ നടത്തേണ്ടതാണ്. ഇതുപോലുള്ള ആനകളെ കൊണ്ടുവരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി, എന്തുകൊണ്ട് ഈ രീതിയിലെല്ലാം കാര്യങ്ങൾ പോകുന്നു എന്നതിലടക്കമുള്ള വിശദമായ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടതാണ്. ഇന്നലെ അനിഷ്ട സംഭവങ്ങൾ മറ്റൊന്നുമില്ലാതെ ഈ വാഹനങ്ങൾ തകർത്തതിൽ മാത്രം ഇതിലേക്ക് ഒതുങ്ങുന്നു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം കൃത്യമായി കൈക്കൊള്ളേണ്ടതാണ്. ശ്രീജ, തീർച്ചയായും ഡാനി, ഇനി നമ്മൾ സൂക്ഷിക്കുക എന്നതേ വഴിയുള്ളൂ. ആനകൾ ഇടയുന്നതൊരു നിത്യസംഭവമായിരിക്കുന്നു. ഉത്സവ കമ്മിറ്റിക്കാർക്ക് അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ അവിടെ പോകുന്നവർക്കെങ്കിലും തിരിച്ചറിവ് ആന ഒരു വന്യജീവിയാണ്. അതെപ്പോൾ വേണമെങ്കിലും ഇടയാനും അത് പ്രശ്നമുണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം അന്തരീക്ഷം അത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ്, ചൂട് കൂടുതലാണ്, ശബ്ദമൊന്നും അതിനത്ര കേട്ടുശീലമുള്ളതല്ല, വലിയ ശബ്ദങ്ങൾ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ടത് അവിടെ പോകുന്നവർ കൂടിയാണ് എന്ന് പറയാതെ വയ്യ. മറ്റു